ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LLB കഴിഞ്ഞ് ഒരു ബാങ്കിൽ ലീഗൽ ഓഫീസറായിട്ട് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്സ് RRBയുടെ ലീഗൽ ഓഫീസർ നോട്ടിഫിക്കേഷൻ IBPS റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, അതുപോലെ ഏജ് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ, നമുക്ക് എക്സാമിൻ്റെ സിലബസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഞാൻ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതാണ്: ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബാങ്കിങ് ആൻഡ് പേഴ്സണൽ സെലക്ഷൻ IBPS. ഓക്കെ, അതിൽ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് സ്കെയിൽ 1, 2 and 3 ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഓക്കെ, അതിൽ ലീഗൽ ഓഫീസർമാർ വരുന്നത് സ്കെയിൽ 2-ലാണ്. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് മാനേജേഴ്സ് സ്കെയിൽ 2-ലാണ് ലീഗൽ ഓഫീസർമാർ വരുന്നത്. ഇത് ഓൺലൈൻ എക്സാമിനേഷൻ, ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, www.ibps.in ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അതുവഴിയാണ് നമ്മൾ കയറി അപ്ലൈ ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ദ ഓൺലൈൻ എക്സാമിനേഷൻ ഫോർ അപ്കമിങ് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ RRBs Group A officer scale 1, 2 and 3. Group B office assistant multipurpose will be conducted by Institute of IBPS as per the tentative schedule provided below. ഓക്കെ, അപ്പോൾ നമുക്ക് ഏജ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഈ എക്സാം എഴുതാനുള്ള ഏജ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ആസ് ഓൺ 1/9/2025 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ആ ഡേറ്റ് 1/9/2025 ഇതിൽ ഞാൻ പറഞ്ഞു നമ്മൾ ലീഗൽ ഓഫീസർമാർ വരുന്നത് സ്കെയിൽ 2-ലാണ്. ഓക്കെ, ഓഫീസർ സ്കെയിൽ 2-ലാണ് ലീഗൽ ഓഫീസർമാർ വരുന്നത്. ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ പറഞ്ഞ് എബോവ് 21 years ആൻഡ് ബിലോ 32 years. ഓക്കെ, ഇതിലും റിസർവേഷൻ കാറ്റഗറി OBC, SC, ST, PWD കാറ്റഗറീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. അത് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കാണാം. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ബോൺ ഏർലിയർ ദാൻ 2/9/1993, ലേറ്റർ ദാൻ 1/9/2004. ഓക്കെ, ഇൻക്ലൂസീവ് ഓഫ് ബോത്ത് ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ നമ്മുടെ മറ്റേ എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 21/9 ആണ് ലാസ്റ്റ് ഡേറ്റ്. 21/9 ആസ് ഓൺ ദാറ്റ് ഡേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോ ഓഫീസർ ആവാൻ എ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ലോ ഓർ ഇറ്റ്സ് ഇക്വലന്റ് വിത്ത് എ മിനിമം 50%, മിനിമം 58% മാർക്ക് മതി. പിന്നെ 2 years ആസ് എൻ അഡ്വക്കേറ്റ്. ഓക്കെ, 2 years ആൻ അഡ്വക്കേറ്റ് ഓർ ഷുഡ് ഹാവ് വർക്ക്ഡ് ആസ് എ ലീഗൽ ഓഫീസർ ഇൻ banks or financial institution for a period not less than 2 years. 2 വർഷത്തെ അഡ്വക്കേസി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബാങ്കിലോ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ലീഗൽ ഓഫീസർമാരായിട്ട് 2 വർഷം. ഇതാണ് എന്ത് പറയുന്നത് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വരുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1, സ്കെയിൽ 2 and 3 നമ്മൾ സ്കെയിൽ 2-ലാണ്. സ്കെയിൽ 2-ലാണെങ്കിൽ SC, ST, PWD കാൻഡിഡേറ്റ്സ് 175 രൂപയും മറ്റുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം 850 രൂപയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആപ്ലിക്കേഷൻ എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് പേ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷൻ സിലബസ്. ഓക്കെ, ഈ എക്സാമിനേഷൻ സിലബസ് ഇതിലെ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് മാനേജർ ലീഗൽ ഓഫീസർമാർക്ക് ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്: പ്രൊഫഷണൽ നോളേജ് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പിന്നെ റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻസ്, പിന്നെ ഇത് ഓപ്ഷണലാണ് ഇതിൽ. ഓക്കെ, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളേജ് 40 ക്വസ്റ്റ്യൻസ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 40. അങ്ങനെ മൊത്തം 240 ക്വസ്റ്റ്യൻസ് ആണ്. മൊത്തം 200 മാർക്കിലാണ് എക്സാം വരുന്നത്. 150 മിനിറ്റാണ് എക്സാമിനേഷൻ ഉള്ളത്. 2.5 മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമിനേഷൻ ക്രൈറ്റീരിയ സിലബസും എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങൾ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 21/9 ആണ്. ഓക്കെ, സെപ്റ്റംബർ 21 അവസാനത്തെ ഡേറ്റ്. ഓക്കെ, സെപ്റ്റംബർ 21 അവസാനത്തെ ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സാമിനേഷൻ, ഇതൊക്കെ ഓൺലൈൻ എക്സാമിനേഷൻ ഫോർ ഇതൊക്കെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാൻ വേണ്ട രേഖകൾ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ, പിന്നെ SLC ഓ 10th സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ആധാർ കാർഡ്, പിന്നെ എലിജിബിലിറ്റിയായി ബന്ധപ്പെട്ടുള്ള രേഖകൾ. ഓക്കെ, പിന്നെ മറ്റുള്ള രേഖ കാര്യങ്ങളെല്ലാം ഇത് അപ്ലൈ ചെയ്യേണ്ട ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ കൊടുത്തിട്ട് www.ibps.in ആണ്. അപ്പോൾ അതിന് ഞാൻ നോട്ടിഫിക്കേഷൻ ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായി പറയുന്നത്, അതിൽ ക്ലിക്ക് ഓൺ ന്യൂ രജിസ്ട്രേഷൻ, അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് ഫീയും പേ ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് 2 years എക്സ്പീരിയൻസ്, 2 years അഡ്വക്കേസി എക്സ്പീരിയൻസ് ആണ്
പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് എക്സാമിൻ്റെ സിലബസ് കുറച്ച് സർപ്രൈസിങ് ആണ്. അതിലെ ബാഗ് എക്സാം ആയതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക എക്സാമിനേഷൻ നടത്തുന്നുണ്ടാവുക. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കും. ഇനി നമ്മൾ LLB ജോബ്സ് ആയിട്ട് കൂടുതൽ വീഡിയോസും വരുന്നുണ്ട്. കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.